അവിടെ കൈകൾ പിന്നിലേക്ക് വലിഞ്ഞു മുറുക്കി കെട്ടാറുണ്ട് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എന്റെ അവസാനത്തെ ഞാൻ ആഗ്രഹം പറയാം, എന്റെ കണ്ണുകൾ തുറന്നു വെക്കണം, എന്റെ കൈകൾ സ്വതന്ത്രമാക്കണം. എന്നിട്ട് ബ്രിട്ടീഷുകാരൻ വെടിവെക്കുമ്പോ എന്റെ നെഞ്ചിലേക്ക് നേരെ മുമ്പിൽ നിന്ന് വെടിവെക്കണം. നീ വെടിവെക്കുമ്പോ ആ വെടിയുണ്ട് എന്റെ നെഞ്ചിലേക്ക് വന്ന് പതിക്കുന്നത് എനിക്ക് കാണണം. എന്നിട്ട് ഈ മുഖമർത്തി അമർത്തി ഈ മണ്ണിലേക്ക് വീണ് ഈ മണ്ണിൽ വീണ് മരിക്കണമെന്ന് പറഞ്ഞ വാരിയകുന്നത്തിന്റെ പിന്മുറക്കാരാണ് ഞങ്ങൾ. സ്വാതന്ത്ര്യ സമരം നടക്കുമ്പോ ഏതെങ്കിലും പാടവരമ്പത്ത് നിന്ന് കൈപൊക്കി അഭിവാദ്യമർപ്പിക്കാത്ത ഈ രാജ്യം ഭരിക്കുന്ന പിന്മുറക്കാരോട് ഞാൻ പറയട്ടെ, അങ്ങനെ ആരും നിങ്ങളെ പിന്മുറക്കാർ ഒരു പാടവരമ്പത്തെങ്കിലും കാര്യമായിട്ട് ഒരു സമരത്തിനും അഭിവാദ്യം അർപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾക്കത് മനസ്സിലാക്കില്ല. യുപിയിലെ മുഖ്യമന്ത്രി എന്താ പറഞ്ഞത്? യുപിയിലെ മുഖ്യമന്ത്രി പറഞ്ഞത്, ഞങ്ങളൊരു ബാബരി പള്ളി ചോദിച്ചു, ഞങ്ങളിനി കാശിയിലെ പള്ളി ചോദിക്കുന്നു, ഞങ്ങളിനി മധുരയിലെ പള്ളി ചോദിക്കുന്നു. 3 പള്ളി. ആ പള്ളി നൽകിയില്ലെങ്കിൽ യുദ്ധം എന്ന വ്യാഖ്യാനമുള്ള വർത്തമാനമാണ് യുപിയുടെ മുഖ്യമന്ത്രി പറഞ്ഞത്. മിസ്റ്റർ യോഗി ആദിത്യനാഥ്, നിങ്ങളോട് യൂത്ത് ലീഗിന് പറയാനുള്ളത്, മലയാളക്കരക്ക് പറയാനുള്ളത്, കേരളത്തിന് പറയാനുള്ളത്, നിങ്ങൾ ചോദിക്കുമ്പോൾ വിട്ടുതരാനല്ല ഞങ്ങളുടെ പൂർവികർ ഇന്ത്യയിൽ പള്ളി പണിതത്. ഞങ്ങൾക്ക് ആരാധിക്കാനാണ്, സർവശക്തനായ അല്ലാഹുവിനെ സുജൂദ് ചെയ്യാനാണ്. അങ്ങനെ സുജൂദ് ചെയ്യാനാണ് പള്ളികൾ ഈ രാജ്യത്ത് നിർമ്മിച്ചതെങ്കിൽ അത് സംരക്ഷിക്കാൻ അവസാന ശ്വാസം വരെ പടവെഴുതാൻ ഈ രാജ്യത്തെ മതേതര വിശ്വാസികൾ ഉണ്ടാകുമെന്ന് മിസ്റ്റർ യോഗി ആദിത്യനാഥിനെ ഓർമ്മപ്പെടുത്താനാണ് യൂത്ത് ലീഗിന്റെ ഈ ഡേനേറ്റ് മാർച്ചുമായി കടന്നു വന്നത്. അഭിമന്യനായ ഈ സമരത്തിന്റെ ഉദ്ഘാടകൻ, ഈ സമുദായത്തിന്റെ നായകൻ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഈ വേദിയിലേക്ക് കടന്നു വരികയാണ്. നിറഞ്ഞ കയ്യടിയോടെ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അതുകൊണ്ട് ഞാൻ എന്റെ സ്വാഗത പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. ആദരണീയനായ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളെ 91 നിയമത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നവരുണ്ട്, മുസ്ലിം ലീഗിന്റെ മതേതരത്വത്തിന്റെ ക്ലാസുകൾ എടുക്കുന്നവരുണ്ട്. അവരോട് പറയട്ടെ, ഗ്യാൻ ബാബി മസ്ജിദിനെതിരെ ഈ രാജ്യത്തെ സംഘപരിവാർ അവകാശവാദം ഉന്നയിച്ചപ്പോ വാരണാസിയിലെ കോടതിയിൽ നമ്മുടെ എതിർവാദം എന്തായിരുന്നു? നമ്മുടെ എതിർവാദം 91 പാർലമെന്റിൽ പാസാക്കിയ നിയമമാണ്. ഇന്ത്യയുടെ പാർലമെന്റിൽ 91 പാസാക്കിയ നിയമമാണ് നമ്മുടെ എതിർവാദം. വാരണാസി കോടതി അത് കേട്ടില്ല, പൂജക്കുള്ള അനുമതി കൊടുത്തു, ശരിയാണ്. അലഹബാദ് കോടതിയിൽ, ഹൈക്കോടതിയിൽ നമ്മൾ അപ്പീൽ പോകുമ്പോ നമ്മുടെ എതിർവാദം എന്താണ് പ്രിയപ്പെട്ടവര്? 91 ഇന്ത്യയുടെ പാർലമെന്റിലെ നിയമമാണ്. അലഹബാദ് കോടതി അത് അംഗീകരിച്ചില്ലെങ്കിൽ സുപ്രീം കോടതിയിൽ നമ്മൾ പോകുമ്പോ ബാബരി പള്ളിയുടെ വിധി പറഞ്ഞ ജഡ്ജിമാർ ആ വിധി പുറപ്പെടുവിച്ചപ്പോൾ എഴുതി വെച്ച ജഡ്ജ്മെന്റിൽ ഒരു കാര്യം ചേർത്ത് പറഞ്ഞത്, ഇന്ത്യയുടെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതി ഞങ്ങൾ ചോദിക്കും, ബാബരി പള്ളി വിട്ടുകൊടുക്കണമെന്ന് നിങ്ങൾ പറഞ്ഞപ്പോ ബാബരി പള്ളി തകർത്തത് തെറ്റാണ് എന്ന് പറഞ്ഞ ആണ് സുപ്രീം കോടതി. ബാബരി പള്ളി വിട്ടുകൊടുക്കണമെന്ന് പറഞ്ഞപ്പോ ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾക്ക്, മുസ്ലിങ്ങൾക്ക് നൽകിയ ഉറപ്പുണ്ട്, ഇന്ത്യയിലെ ഒരു പള്ളിയിൽ തൊടില്ല. 91 ആരാധനാലയ സംരക്ഷണ നിയമം ഈ രാജ്യത്തെ സകല പള്ളികൾക്കും ബാധകമാണ് എന്ന് പറഞ്ഞത് ഇന്ത്യയിലെ സുപ്രീം കോടതിയാണ്. ചിലർ പറയും വാരണാസി കോടതിയിലെ മജിസ്ട്രേറ്റുമാർ, ഇന്ത്യയിലെ കോടതിയിലെ ചില ജഡ്ജിമാർ സംഘപരിവാറിന് അനുകൂലമായ വിധി കൊടുക്കാറില്ലേ? ഉണ്ട്. സംഘപരിവാറിന്റെ സ്വാധീന വലയത്തിൽ ഉൾപ്പെട്ട ജഡ്ജിമാർ ഇന്ത്യയിലുണ്ട്, മജിസ്ട്രേറ്റുമാരുണ്ട്. യൂത്ത് ലീഗ് പറയുന്നത് ഞങ്ങളുടെ